ഇന്ത്യയിൽ ഇപ്പോഴത്തെ ചൂട് ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലായിടത്തും തന്നെ നല്ല ചൂടാണ്. ഇപ്പം ഇൻവെസ്റ്റിംഗ് ലോകത്ത് സമ്മർ തീം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. സോ ഈ ഒരു സമ്മർ സീസണിൽ റിസൾട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന 3 സ്റ്റോക്സ് ആവും ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്സിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് വണ്ടർല ഹോളിഡേയ്സ് ആണ്. അപ്പോൾ എപ്പോഴും ഡിമാൻഡിലുള്ള ഒന്നാണ് അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ. പക്ഷെ സമ്മർ സീസൺ അവർക്ക് നല്ലൊരു ടൈമാണ്, കാരണം ഒരുപാട് ആളുകളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ വണ്ടർല എന്ന ബ്രാൻഡ് കീഴിൽ കമ്പനി അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈദരാബാദ്, ബാംഗ്ലൂർ അതുപോലെ കൊച്ചിയിലായിട്ട് അവർക്ക് 3 അമ്യൂസ്മെന്റ് പാർക്കുകളുണ്ട്. അപ്പം കമ്പനിക്ക് അമ്യൂസ്മെന്റ് പാർക്ക് അല്ലാതെ 3 സ്റ്റാർ ലക്ഷറി റിസോർട്ട് ഉണ്ട് 84 റൂമുകളോടെ. അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ട്രെയിലിംഗ് ബേസിൽ Q1 ഫൈനാൻഷ്യൽ 2024 വണ്ടർല 38.3% റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 49.4% പ്രോഫിറ്റും. അപ്പം ഇനി വരാനിരിക്കുന്ന മാസങ്ങൾ കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടർലി ഫിഗേഴ്സ് നിങ്ങൾ നോക്കിയേ, ഇതുവരെ ഉള്ളതിൽ ഹയസ്റ്റ് ക്വാർട്ടർലി റവന്യൂ, എബിറ്റ, PBT അതുപോലെ പാറ്റ് ആണ്. അപ്പോൾ 3 പാർക്കുകളിലായിട്ട് 11 ലക്ഷം വിസിറ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഇതിനുള്ളത്? ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയേ, ഓഗസ്റ്റില് Q1 റിസൾട്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് സ്റ്റോക്സ് നല്ലപോലെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ബുള്ളിഷ് ട്രെൻഡ് തുടങ്ങി. പിന്നെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 600 രൂപയിൽ നിന്ന് 1000 രൂപ എന്ന നിലയിലേക്ക് വന്നു. Financial year, our newest park in Bhubaneswar will be on stream sometime late May. So that will add some revenues. And in FY26, we will have our 5th park in Chennai, which will also open. വണ്ടർല ഹോളിഡേയ്സിന്റെ MD അരുൺ കെ ചിറ്റിലപ്പള്ളി പറഞ്ഞ് ഭുവനേശ്വർ അതുപോലെ ചെന്നൈയിലുള്ള പുതിയ അമ്യൂസ്മെന്റ് പാർക്ക് തുറക്കുമ്പോൾ വരുമാനം വരുമെന്നാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ 96% റവന്യൂ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പൊ 3 ഓപ്പറേഷണൽ പാർക്കുകളുണ്ട്. ഇപ്പൊ 2 വരാനിരിക്കുവാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കപ്പാസിറ്റി 2/3 ആയിട്ട് കൂടുമെന്നാണ്. അപ്പൊ പാർക്ക് എന്തായാലും സ്റ്റെബിലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് നാൾ എന്തായാലും എടുക്കും. അപ്പൊ ലാസ്റ്റ് പാർക്ക് തുടങ്ങിയത് ഹൈദരാബാദിൽ 2016 അപ്പോൾ റവന്യൂ അതുപോലെ പ്രോഫിറ്റബിലിറ്റിയിൽ വണ്ടർല ഒരു സ്റ്റെബിലിറ്റി അതുപോലെ കൺസിസ്റ്റൻസി കാണിച്ചിട്ടുണ്ട്. 5 ഇയർ റവന്യൂ CAGR 10%, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി CAGR 30%. ഇപ്പം മാനേജ്മെന്റ് ഫോക്കസ് പല ഇവന്റ്സ്, കൺസേർട്സ്, മ്യൂസിക് ഫെസ്റ്റിവൽസ്, എക്സിബിഷൻസിലൊക്കെയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും സൺബേൺ ഓർക്കുന്നുണ്ടോ? അപ്പം റിസ്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വണ്ടർല ഹോളിഡേയ്സ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരു പാർക്ക് സെറ്റ് ചെയ്ത് പണം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പം ഇതുകൂടാതെ സ്ഥലം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രൊജക്ട് ഡിലേ വരാം, ചിലവൊക്കെ കൂടുന്നതൊക്കെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ മാർക്കറ്റിംഗ് ചിലവുകൾ അതുപോലെ ടോപ്പ് സീനിയർ എക്സിക്യൂട്ടീവ്സ് കാരണം ഈ ഇടയ്ക്കായിട്ട് കുറച്ച് ഷോർട്ട് ടേം മാർജിൻ ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ റിസർവ്സ് നമ്മൾ നോക്കുന്ന നെറ്റ്വർത്തിൽ നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് കാണാം. ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു കമ്പനി എന്ന് നമ്മൾ ഒഴിച്ചു നോക്കിയാൽ വണ്ടർല ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ROE 16%, ROCE 22%. അപ്പോൾ കമ്പനിയുടെ 70% ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ഓൺ ചെയ്യുന്നുണ്ട്. 4 മുതൽ 5% ഇടയ്ക്ക് FIs അതുപോലെ DIs ഓൺ ചെയ്യുന്നുണ്ട്. ബാക്കി പബ്ലിക് ഓണർഷിപ്പ് ആണ്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സ്റ്റോക്ക് STBL ആണ്, അല്ലെങ്കിൽ സോം ഡിസ്റ്റിലറീസ് ആൻഡ് ബിവറേജസ് ആണ്. അപ്പം ഈ ഒരു സൗണ്ട് സമ്മർ സീസണിൽ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. എന്താണ്? ബിയർ ഊപ്പി പൊട്ടിക്കുന്ന സൗണ്ട് അല്ലേ? അപ്പോൾ സമ്മർ സീസണിൽ ബിയറിന്റെ സെയിലൊക്കെ നല്ലപോലെ കൂടും. അപ്പോൾ കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഹണ്ടർ ബിയർ. ഇപ്പോൾ STBLന്റെ ട്രെയിലിംഗ് റവന്യൂ ഹൈ ഡിമാൻഡ് ഇമ്പാക്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2024 റവന്യൂ 33.42%, പ്രോഫിറ്റ് 41.46%. അപ്പം ഇത് ബാക്കിയുള്ള ആൽക്കഹോൾ കമ്പനികളിൽ എന്തായാലും ഒരു ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷേ ബേസിക്കലി STBL ബിയർ തീം ബേസ്ഡ് മാത്രം ആയിട്ടുള്ളതാണ്. അപ്പോൾ ബിയർ സെയിലിൽ നിന്നാവും കമ്പനി 90%-ലധികം റവന്യൂ ഏൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ സോം ഡിസ്റ്റിലറീസിന്റെ കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു സെയിം ടൈമിൽ മാർച്ച് ഏപ്രിൽ ഓൺവേർഡ്സ് സ്റ്റോക്കിൽ ഒരു അപ് ട്രെൻഡ് തുടങ്ങി. അടുത്ത 6 മാസത്തേക്ക് സ്റ്റോക്ക് 3 ഇരട്ടിയായി. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി പ്രതീക്ഷിച്ചു സമ്മർ സെയിൽസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാൻ പോകുകയാണെന്നുള്ളത്. അതുപോലെ തന്നെ റിസൾട്ട് മാർക്കറ്റിനെ സന്തോഷിപ്പിച്ചു. ലാസ്റ്റ് ക്യാൻഡിൽ മൂവ്മെന്റ് നിങ്ങൾ നോക്കിയേ, സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന നിങ്ങൾക്ക് കാണാം. 100 കൂടാതെ STBLന് ബ്ലാക്ക് ഫോർട്ട് ആൻഡ് വുഡ് പീക്കർ പോലത്തെ ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് 3 ആനുവൽ സെയിൽസ് 1 മില്യൺ കേസിലും കൂടുതലാണ്. STBL നിലവിൽ ബിയറിൽ 5.5 മുതൽ 6% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 മുതൽ 3 വർഷത്തിൽ മാനേജ്മെന്റ് 10% ടാർഗറ്റ് സെറ്റ്
സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോംപ്രഹെൻസീവ് സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത 5 മുതൽ 6 വർഷത്തിൽ 10 ഇരട്ടി വരുമാനം കൂട്ടാനാണ് SDBL ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഗ്രോത്ത് മാർക്കറ്റ്സിൽ വരുന്നത് കർണാടക, കേരള, UP, ജാർഖണ്ഡ്, അതുപോലെ മധ്യപ്രദേശാണ്. ഇപ്പോൾ രാജസ്ഥാൻ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് അപ്രൂവൽസ് വരുന്നത് കണ്ടു. ഇപ്പോൾ 9 മന്ത് ബേസിസിൽ ബിയർ വോള്യൂം 151 ലക്ഷം കേസ് എത്തി, 47% കൂടുതൽ. ഇപ്പോൾ ബാക്കി IMFL സെഗ്മെന്റ് ആണ്, അതായത് വിസ്കി, വോഡ്ക, റം, അതുപോലെ ബ്രാൻഡി. അപ്പോൾ ഇത് 10% റവന്യൂ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ 2024 9 മന്ത് ബേസിൽ വോളിയം ഗ്രോത്ത് 15% കണ്ടിട്ടുണ്ട്. അടുത്ത 1 മുതൽ 2 വർഷത്തിൽ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന IMFLലേക്ക് ടോട്ടൽ സെയിൽ കോൺട്രിബ്യൂഷൻ 10 മുതൽ 15% ആയിരിക്കുമെന്നാണ്. വോളിയം ഗ്രോത്ത് സ്ട്രോങ് ആയതുകൊണ്ട് SDBL അവരുടെ കപ്പാസിറ്റി കർണാടകയിൽ ഹസൻ പ്ലാന്റിലേക്ക് കൂട്ടും. അപ്പോൾ കമ്പനി പ്ലാന്റ് യൂസ് ചെയ്യാത്തപ്പോഴൊക്കെ ആ റിസോഴ്സ് വേസ്റ്റ് ആയി പോകത്തില്ല. ഇപ്പോൾ ജോയിന്റ് വെഞ്ചർ വഴി കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് കമ്പനി എടുക്കുന്നുണ്ട്, കാൾസ്ബർഗ് അതുപോലെ റാഡിക്കോ കൈത്തന്റെ ഒപ്പം. റോ മെറ്റീരിയൽ പ്രൈസ് ഓൾ ടൈം ഹൈ ആണ്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ കാരണമാണിത്. ഇപ്പം റോ മെറ്റീരിയൽ പ്രൈസ് ഒക്കെ കുറച്ച് കൂൾ ഓഫ് ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു സെക്ടർ വൈഡ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് മാർജിനെ ഡയറക്ട്ലി ബാധിക്കും. ഇനി രണ്ടാമത്തെ പ്രശ്നം, ആൽക്കഹോൾ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ വില സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ഇന്ത്യൻ വൈൻ അസോസിയേഷൻ ഇൻഫ്ലേഷൻ ബേസ്ഡ് പ്രൈസിംഗ് മോഡലാണ് നോക്കുന്നത്. അപ്പോൾ അവരത് അഡോപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പോൾ റെഗുലേറ്റേഴ്സിന്റെ റഡാറിൽ SDBLന്റെ പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ പ്രൈസ് ഫിക്സിംഗ് അലിഗേഷന്റെ ബേസിൽ SDBLന്റെ ഓഫീസ് കോമ്പറ്റീഷൻ കമ്മീഷൻ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് 18%, 5 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 19%. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ഇപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ സ്ഥിരമായിട്ട് കൂടുന്നത് കാണാം. ഇപ്പോൾ റൈറ്റ് ഇഷ്യൂ അതുപോലെ പ്രിഫറൻഷ്യൽ ഫണ്ട് റേസിംഗ് വഴി കമ്പനി പണം റേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി ഡെറ്റ് ടു ഇക്വിറ്റി 0.31 ആണ്. ട്രേഡ് റിസീവബിൾസ് കൂടുന്നതും കൂടി കാണുന്നുണ്ട്. ROE 18%, ROCE 16% ആണ്. പ്രൊമോട്ടേഴ്സ് 35% ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സെബിന്റെ റെഗുലേഷൻ കാരണമാണ്. പക്ഷെ ആ ഇൻഫ്ലുവൻസ് കഴിഞ്ഞപ്പോൾ പ്രൊമോട്ടർ ഓണർഷിപ്പ് മാർച്ച് 2021 തൊട്ട് കൂടുന്നതാണ് കാണുന്നത്. അപ്പൊ ഇത് കാണിക്കുന്നത് പ്രൊമോട്ടേഴ്സ് അവരുടെ ബിസിനസ് മോഡൽ അതൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ കോൺഫിഡന്റ് ആണെന്നാണ്. ഇനി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്പനി സമ്മർ സീസണിൽ എന്തായാലും ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുണ്ടാവേണ്ട ഒന്നാണ്, അതാണ് ഐസ്ക്രീം അല്ലേ. വഡിലാൽ ഇൻഡസ്ട്രീസ് ഒരു സ്മോൾ സോഡ ഫൗണ്ടേഷൻ ഷോപ്പായിട്ട് അഹമ്മദാബാദിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് കേദാര ക്യാപിറ്റൽ 1200 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ F&B കാറ്റഗറിയിൽ ഫാസ്റ്റ് ഗ്രോയിങ് കാറ്റഗറിയാണ് ഐസ്ക്രീം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇപ്പോൾ എക്സാക്ട്ലി ഒരു വർഷം മുമ്പ് വാൽക്കോ ഫുഡ്സ് ആയിട്ട് $20 മില്യൺ ചെക്ക് ജംഗിൾ വെഞ്ചർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രാമീൺ കുൽഫി അതുപോലെ NIC ഐസ്ക്രീംസ് പോലത്തെ ബ്രാൻഡുകളുടെ പാരന്റ് കമ്പനിയാണ്. Suggested that Bain Capital, which is a US private investment firm, Bain Capital, is actually in talks to buy the ice cream maker Vadilal and also considering to take control of Vadilal Industries as well as Vadilal Enterprises. ജൂലൈ 2023 ഈ ന്യൂസ് വന്നിരുന്നു. അപ്പോൾ സ്റ്റേക്ക് സെയിൽ ഡിസ്കഷനെ കുറിച്ച് ആദ്യമായിട്ടല്ല വഡിലാൽ പ്രൊമോട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ ഈ ഒരു സ്റ്റോക്കിലേക്ക് വന്നത്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് അതുപോലെ ലാർജസ്റ്റ് ഐസ്ക്രീം ബ്രാൻഡുകൾ ഒന്നാണ് വഡിലാൽ. അപ്പോൾ മാർക്കറ്റ് ഷെയർ അറൌണ്ട് 10% ആണ്. അപ്പോൾ സമ്മർ സീസൺ വഡിലാലിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ക്വാർട്ടർ 1 ഫിഗേഴ്സ് നോക്കിയേ, 36.3% സെയിൽസ് അതുപോലെ തന്നെ 38.8% പ്രോഫിറ്റ് ക്വാർട്ടർ 1 വന്നേക്കുന്നത്. സെയിൽസ് ജസ്റ്റ് 5% വളർന്നിട്ടുണ്ട്, പ്രോഫിറ്റ് 45%. അപ്പോൾ കമ്പനി അവരെ ഹയസ്റ്റ് എവർ ക്വാർട്ടർലി സെയിൽസ് ഒരു മാർജിൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ട്രെൻഡ് തന്നെയാണ് കഴിഞ്ഞ 3, 5 അതുപോലെ 10 വർഷത്തിൽ പ്രോഫിറ്റ് അതുപോലെ സെയിൽസ് ഗ്രോത്ത് കൂട്ടിയേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഗ്രോത്ത് CAGR-നേക്കാളും സ്റ്റോക്ക് പ്രൈസ് CAGR ആണ് കൂടുതൽ. അപ്പോൾ ഇതിന്റെ അർത്ഥം റേറ്റിംഗ് റിലേറ്റഡ് ഗെയിൻസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്? ഇപ്പൊ എല്ലാവർക്കും തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബ്ലിങ്കിറ്റ്, സെപ്റ്റോ പോലത്തെ ക്വിക്ക് കൊമേഴ്സിൽ നല്ല ഗ്രോത്ത് കാണുന്നത്. ഇപ്പം ആളുകൾക്കെല്ലാം ഹൈ ക്ലാസ് വേണമെന്നാണ്. അതിപ്പോ ഫോൺ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എന്തിലാണെങ്കിലും അങ്ങനെയാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഗോർമിയ ഐസ്ക്രീം കമ്പനിയുടെ ഫോക്കസ് ഏരിയയിൽ വന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്ട്സ് നിങ്ങളൊന്ന് നോക്കിയേ, ഐസ്ക്രീമിലേക്ക് മാത്രമല്ല ഇതുള്ളത്. അപ്പൊ വഡിലാലിന്റെ 25% റവന്യൂ US നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ വിലയും ഇനിയും കൂടാം, അതുപോലെ തന്നെ മാർജിനും ബെറ്റർ ആണ്. ഇനി നമുക്ക് റിസ്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ വഡിലാൽ ഇൻഡസ്ട്രീസ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് അവർ പ്രൊമോട്ടേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു ഫാമിലി ബിസിനസ് ആണ്, 4 തലമുറ എത്തിയിട്ടുണ്ട്. ഒരുപാട് കോർട്ട് കേസുകളുണ്ട് ബിസിനസിന്റെ കൺട്രോളിനെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ കാരണം ബിസിനസ്സിൽ ഒരു മെറ്റീരിയൽ ഇമ്പാക്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. അപ്പൊ 10 വർഷത്തിൽ നെറ്റ് വർത്ത് 5 ഇരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഒരു കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഡെറ്റ് ലെവൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.37 ആണ്. ROE 28% ആണ്. ROCE 26%. 65% പ്രൊമോട്ടേഴ്സ് ഓൺ ചെയ്യുന്നുണ്ട്, ബാക്കി 35% പബ്ലിക് ആണ് ഓൺ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. സോ ഈ ഒരു ചൂടുകാലത്ത് കുറച്ച് നല്ല സ്റ്റോക്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.
അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.